കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു ചെറിയ പട്ടണം വലിയ വാർത്തകൾ നിറഞ്ഞിരുന്നു. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് തന്നെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു. അത് വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു എന്നതാണ്. ജോസ് ആണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രജിൻ വെള്ളറട പോലീസിൽ കീഴടങ്ങി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, അച്ഛനെ മകൻ വെട്ടിക്കൊന്നു എന്ന വാർത്തയ്ക്ക് അപ്പുറത്ത് സ്വതന്ത്ര ജീവിതത്തിന് അച്ഛൻ ഒരു തടസ്സമാണ്, അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഇയാൾ പറയുന്ന കാരണം എന്നതാണ് കുറച്ചുകൂടി ഞെട്ടിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? 28 വയസ്സുകാരനായ പ്രജിൻ ജോസ് ആണ് 70 വയസ്സുകാരനായ പിതാവ് ജോസിനെ ഇന്നലെ രാത്രി വീട്ടിൽ വെട്ടിക്കൊണ്ടത്. ഇയാൾ മെഡിസിൻ പഠിക്കുകയായിരുന്നു ചൈനയിൽ. പക്ഷേ കൊറോണയെ തുടർന്ന് പഠനം നിർത്തി നാട്ടിലേക്ക് വരാൻ നിർബന്ധിതനാകുകയായിരുന്നു. അതിനുശേഷം പിന്നീട് പഠനം തുടരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം പ്രജിൻ പോലീസ് സ്റ്റേഷനിലെത്തി, വെള്ളനാട് പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് കീഴടങ്ങി. പോലീസിന് നൽകിയ മൊഴിയാണ് ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ഈ സ്വതന്ത്രമായി ജീവിക്കാൻ കുടുംബക്കാർ അനുവദിക്കുന്നില്ല എന്നാണ് പ്രജിൻ വെള്ളനാട് പോലീസിനോട് പറഞ്ഞത്. അതുകൊണ്ട് അച്ഛനെ കൊല്ലുകയായിരുന്നു എന്നുകൂടിയാണ് പ്രജിൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ വിശദമായി തന്നെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം നേരിൽ കണ്ട പ്രജിന്റെ അമ്മയെ ബോധരഹിതയായി അവർ വീണതിനെ തുടർന്ന് ആദ്യം വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ലഭിക്കുന്ന വിവരം. ജോസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. 70 വയസ്സുകാരനെയാണ് 28 വയസ്സുള്ള മകൻ കൊന്നത്. ഇയാൾ കോവിഡിന് മുൻപ് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. തിരിച്ചെത്തിയ ശേഷമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് കടന്നിരിക്കുന്നത്.